അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ മെസ്സേജ്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ, അതായത് നമ്മളെന്തോ വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കില്ല, അയാളെയൊക്കെ ചിരിപ്പിച്ച് ഇത് ഒരു വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്, എന്നെ കളിയാക്കാൻ വരുന്നത്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരൻ ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കാർന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, കുന്നിയോളം അഹങ്കാരം കുന്നോളം പാപം. ചെറിയ അഹങ്കാരം മതി ജീവിതത്തിൽ അത്യാവശ്യം നല്ല പണി കിട്ടാനായിട്ട്. കുന്നിയോളത്തിൽ കുന്നിക്കുരുവോളം അഹങ്കാരം മതി. ഇംഗ്ലീഷ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈഡ് ഗോസ് ബിഫോർ ഫോൾ. നമ്മൾ വീഴ്ചയ്ക്ക് കാരണമാകാൻ പോകുന്നത് അത് നമ്മളുടെ അഹങ്കാരമായിരിക്കും. കാണിച്ചു കൂട്ടിയത് തെറ്റ്, അതിൻ്റെ കൂടെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിൽ മാരാർ. ഇപ്പോഴത്തെ അവസ്ഥ അഖിൽ മാരാർ ഒളിവിലാണെന്നാണ് അറിയുന്നത്. ഇത് കൊട്ടാരക്കര ന്യൂസ് എന്നൊരു ചാനലിൽ വന്ന വീഡിയോ ആണ്. പരാതി കൊടുത്ത ബി ജെ പി പ്രവർത്തനമായിട്ടുള്ള അനീഷാണ് ഈ വ്യക്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഒളിവിലാണെന്ന് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ. ഇത് ഇന്നലെ വന്ന വീഡിയോ ആണ്. ഞാൻ വീഡിയോ ചെയ്യുന്നത് വരെയും അഖിൽ മാരാർ പുറത്തു വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു വാർത്തകളും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ അനീഷ് പറയുന്നത് കേട്ടു നോക്കാം. സംഭവം അഖിൽ മാരാർ ഒളിവിലാണ്. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പ്, അതായത് ദേശവിരുദ്ധ കുറ്റത്തിന് 152 BNS നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. അപ്പം ആ കേസെടുത്ത് അറിഞ്ഞ മുതൽ തന്നെ അദ്ദേഹം സ്വിച്ച് മൊബൈൽ ഓഫൊക്കെ ചെയ്ത് എവിടെയോ സുരക്ഷിതമായ ഒളിവിൽ താമസിക്കുന്ന അറിവാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഉച്ചയ്ക്ക് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പറഞ്ഞത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡെവലപ്മെന്റ് ആയിട്ടില്ല. അപ്പോൾ അത് എത്രയും വേഗം തന്നെ അത് പിടികൂടാനുള്ള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അഖിൽ ഒളിവിലാണെന്ന് തന്നെയാണ് മറ്റൊരു യൂട്യൂബറും പറയുന്ന ഒരു കാര്യം. അങ്ങനെ അഖിലിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പുള്ളി സന്ദീപ് വാര്യറെ വിളിച്ചു. മുൻപ് BJP പ്രവർത്തനായിരുന്ന, ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തനമായിട്ടുള്ള സന്ദീപ് വാര്യറെ വിളിച്ചു. സന്ദീപ് വാര്യരും പറയുന്നത് ആളെ കിട്ടുന്നില്ല, മറ്റൊരു നമ്പറില്ല എന്നൊക്കെ തന്നെയാണ്. ഉള്ളിൽ പോകുന്ന ഒരു മഹാപരാധമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അഖിലിന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അഖിൽ ചെയ്യുന്നത്. പക്ഷെ ഇതല്ല അഖിൽ മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഞാനെന്തോ നെഞ്ചും വിരിച്ചെന്നെല്ലാം നേരിടാൻ പോവുകയാണ്, എനിക്കിതിൽ ഭയമൊന്നുമില്ല, ഞാൻ പറഞ്ഞതൊക്കെ ധൈര്യത്തോടെയാണ്. ശരിയാണ്, നിങ്ങൾ നിലപാട് പറയുമ്പോൾ ധൈര്യത്തോടെ പറയുന്നതൊക്കെ അത് നല്ല ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ ഞാൻ കാണുന്നത്. പക്ഷെ പറയുന്ന കാര്യം കൂടെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. ഈ വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആർക്കെങ്കിലും വിഷയത്തിന് ഒരു ഡീലിങ്കിങ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകരർ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് ഒരു മറുപടി കൊടുത്തു. ആ മറുപടിയുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽ നടത്തിയ പ്രതികരണം, അതിൽ അഖിൽ എന്ന് പറയുന്ന ആൾക്കുള്ള ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അമേരിക്ക ഇടപെട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ POK പിടിച്ചെടുക്കാതെ ഇന്ത്യ പോകുന്നത് പോലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നിരാശ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്നു. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന, അതായത് പാകിസ്ഥാനിലെ ഒരു വിമത പ്രദേശമാണ് ബലൂചിസ്ഥാൻ. സ്വതന്ത്ര രാഷ്ട്രമാകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ്. ആ ബലൂചിസ്ഥാന് ഫണ്ട് ചെയ്യുന്നത്, ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അത് പിന്നീട് ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം വീണ്ടും അത് വേസ്റ്റാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള തന്നെ ഗുരുതരമായ പരാമർശം. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ BJPയിലുള്ള സുഹൃത്തുക്കൾ, അതേപോലെ ആർമിയിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. BJPയിലുള്ള കാര്യം പോട്ടെ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വന്നാൽ അത് വലിയ പ്രശ്നമാണ്. പക്ഷെ ആർമിയിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രേവിറ്റി കൂടുകയാണ്. അങ്ങനെ ന്യായീകരിച്ച് ഇയാളുടെ അവസ്ഥ മോശമായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ BJP പ്രവർത്തനമായിട്ടുള്ള അനീഷ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തത്. ആ കേസിൽ FIR ഇട്ട് വന്നപ്പോഴാണ് അഖിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അഖിലിൻ്റെ ആവേശം കൊണ്ട് തവളയേറ് പിടിച്ചിട്ട് ഇപ്പം ലോറിക്ക് മുന്നിൽ നിൽക്കുന്ന പോലെ എന്നിട്ടൊരു കാര്യമില്ല. ഇപ്പം ചെയ്യാവുന്ന കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അഖിൽ ഈ പരാതി കൊടുത്ത വ്യക്തിയോട് കാണിച്ച ആറ്റിറ്റ്യൂഡാണ് ഇവന്റെ അഹങ്കാരം എന്ന് പറയുന്നത്. ആ ഭാഗത്തിന് കുറച്ച് പോകണം ആദ്യം കേൾപ്പിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. പരാതി കൊടുത്തതിന് അന്ന് രാത്രി തന്നെ അദ്ദേഹം നിരവധി തവണ ഫോണിൽ കൂടെ വിളിക്കുകയുണ്ടായി. ആ സമയത്ത് നമ്മുടെ സംഘടന മീറ്റിംഗ് സമയത്ത് എടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എടുക്കണമെന്ന് തീരുമാനിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നടത്തി കേസ് കൊടുത്തിട്ട് ഇനി അദ്ദേഹത്തോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം വിളിച്ചു, ഞങ്ങൾ എടുത്തിട്ടില്ല. അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം വാട്സാപ്പിൽ മെസ്സേജ്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ, അതായത് നമ്മളെന്തോ വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കില്ല, അയാളെയൊക്കെ ചിരിപ്പിച്ച് ഇത് ഒരു വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്, എന്നെ കളിയാക്കാൻ വരുന്നത്,
നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇന്നേ വരെ അദ്ദേഹത്തിന്റെ പല കോമാളിത്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പല എന്താ പറയുക ഓവർ ഷൈനിങ്, എന്താ പറയുക ചീപ്പ് ഷൈനിങ് എന്ന് വേണം പറയാം. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യം. ഇപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷേ അതിനൊന്നും വിമർശിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഇപ്പോൾ ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മളിത് അയാൾക്കെതിരെ പരാതി കൊടുത്തത്. അല്ലാതെ അയാളുടെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ചിരിപ്പിച്ച് കൊല്ലാനൊക്കെ പറഞ്ഞ അയാൾ ഒരു മെസ്സേജ് ആയിട്ടുണ്ട്. നമ്മളിതൊന്നും ഒരു മറുപടി കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? പരാതി കൊടുത്തതിന് ശേഷമുള്ളവന്റെ പരാക്രമമാണ് ഈ കാണുന്നത്. പരാതി കൊടുത്തു മനസ്സിലായപ്പോൾ അതിലൊരു സീരിയസ്നെസ് മനസ്സിലാക്കണ്ടേ? കേസ് കൊടുത്തിരിക്കുകയാണ്, പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുക്കും, രാജ്യദ്രോഹ കുറ്റമാണ് ഫയൽ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഇയാൾ വിളിച്ച് പ്രൊവോക്ക് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു അഖില് ഒന്നല്ലെങ്കിൽ മരപ്പോട്ടം കളിക്കുകയാണ്, അതല്ലെങ്കിൽ ഇയാൾക്ക് ചില രാഷ്ട്രീയപരമായ ഉദ്ദേശമുണ്ട്. സ്വയം ഒരു ബലിയാടായിട്ട് ഈ ജയിലിലേക്ക് പോയി വരുമ്പോൾ ഒരു രാഷ്ട്രീയ പരീക്ഷ ഉണ്ടാവില്ല ചില ആളുകൾക്ക്, സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ചില രാഷ്ട്രീയ പരീക്ഷ തനിക്ക് കിട്ടുമോ എന്ന പ്രതീക്ഷ കൊണ്ട് എനിക്ക് തോന്നുന്നു അയാൾ കോൺഗ്രസിലേക്ക് ചാടാനുള്ള ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അത് ഈ സംഭവത്തിലുള്ള പരാമർശം വെച്ചുകൊണ്ടല്ല, പുള്ളി ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയൊക്കെ വിമർശിച്ചിട്ടുണ്ടാകും. കാരണം കോൺഗ്രസ്സിലെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ BJP കയറി ആക്രമിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്ന് അഖിലിന് സ്വാഭാവികമായിട്ടും അറിയേണ്ടതാണ്. ഇനി അറിയില്ലെങ്കിൽ അവൻ ഒരു മരപ്പൊട്ടനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അയാൾ കാണിക്കുന്ന ഒന്നല്ലെങ്കിൽ മനഃപൂർവ്വം അയാൾ ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷൻ വെച്ച് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പുള്ളി ഒന്നാം തരം പൊട്ടനാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില വീഡിയോകൾ പറയുന്ന കാര്യമുണ്ട്. വലിയ തുക ഇയാളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ഇയാൾ പോകും. സാമ്പത്തിക ബാധ്യത ഈ കേസ് ഉണ്ടാക്കി വെക്കും. സത്യം പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം ഈ കേസ് നമ്മുടെ നാട്ടിലെ കോർട്ടിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാണ് കഴിഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാവുന്നത്. പക്ഷേ അത് അവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാജ്യദ്രോഹ കുറ്റം പോലുള്ള കാര്യങ്ങൾ മറുവശി ധരിക്കുന്നതിന് ഏതറ്റം വരെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് ജാമ്യാപേക്ഷയ്ക്ക് നോക്കുക എന്നുള്ളതായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം മിക്കവാറും അഖില് നടത്തുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒളിവിൽ പോയിരിക്കുന്നത്. അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം ജാമ്യമില്ല കുറ്റമാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല, കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് എന്തായാലും ഫസ്റ്റ് ഹാൻഡിൽ ഇത്തരം വിഷയങ്ങൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ജയിലിൽ പോകേണ്ടി വരും, റിമാൻഡ് ചെയ്യപ്പെടും. പിന്നീട് വേണം ജാമ്യം കിട്ടി വരാനായിട്ട്. പക്ഷെ ഇത്തരം വിഷയത്തിന് അത്ര പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റില്ല എന്ന് അഖിലിന് അറിയാം. അതുകൊണ്ട് മിക്കവാറും അഖിൽ സുപ്രീം കോടതിയെ സമീപിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ തുകയിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റ്സ് ആണ് അവിടെയുള്ളത്. ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഏതൊരു ചർച്ചയിൽ കേട്ടൊരു കാര്യമാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സുപ്രീം കോടതിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഐ എം അപ്പിയറിംഗ് ഫോർ അഖിൽ എന്ന് പറയാൻ വേണ്ടി ലക്ഷങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കിട്ടിയിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല സീനിയർ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു അഭിഭാഷകന് വേണ്ടി വരും. അപ്പോൾ നല്ല രീതിയിൽ തുക ചെലവാകുന്ന ഇടപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അഖിലിനോട് പറയേണ്ട ഒരു കാര്യം, അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു പുള്ളിക്കാരൻ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് വളരെ പ്രസക്തമാണ് എന്നതുകൊണ്ട് വായിക്കുകയാണ്. ബ്രോ, ജിയോ പൊളിറ്റിക്സ് ഈസ് ഡിഫറെന്റ് ആൻഡ് ബിഗ് ബോസ് ഈസ് ഡിഫറെന്റ്. ഇതാണ് അഖിലും മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം, വളരെ അടിസ്ഥാനപരമായ കാര്യം. ജിയോ പൊളിറ്റിക്സ് ഈസ് ഡിഫറെന്റ് ആൻഡ് ബിഗ് ബോസ് ഈസ് ഡിഫറെന്റ്. ബിഗ് ബോസിലെ ആ 4 കോണിന്റെ അകത്ത് കിടന്ന് കളിക്കുന്ന കളിയല്ല ജിയോ പൊളിറ്റിക്സ്. അതറിയാത്തത് കൊണ്ടാണ് അഖിൽ തന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് നിക്സണോട് പറഞ്ഞു, ഞങ്ങൾ അറബിക്കടലിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാനായി കാത്തിരിക്കുന്നുവെന്ന്. അന്ന് പറയാനുള്ള കാരണമുണ്ട്. കാരണം അന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ റഷ്യ ഇന്ത്യയോടൊപ്പമുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ റഷ്യയും അമേരിക്കയുമാണ് ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ. ഇപ്പം റഷ്യക്ക് വലിയ ശക്തിക്കുറവൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളൊന്നാണ് നമ്മളുടെ അയൽ രാജ്യമായ ചൈന. ഈ ചൈനയുടെ പിന്തുണ പാകിസ്ഥാനാണുള്ളത്. ഈ സാഹചര്യത്തിൽ ചൈന ഓൾറെഡി പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നു. കൂടെ നിൽക്കാൻ സാധ്യതയുള്ള അമേരിക്കയെ വെറുപ്പിക്കുക എന്നുള്ളൊരു സാഹചര്യം വേണമെന്നാണോ അഖിൽമാരാർ പറയുന്നത്? അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി സംസാരിക്കാതെ അത് വിദേശകാര്യ വകുപ്പിന്റെ പത്രസമ്മേളനത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതി. ഇനി അതല്ല രീതിയെങ്കിൽ അഖില് പറയണം ഏത് രീതിയിൽ അത് ചെയ്യണമെന്നുള്ളത്, ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഇല്ലാതെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു വിദേശ പര്യടന സംഘം പോകുന്നുണ്ട് സർക്കാരിന്റെ. അതിന്റെ നേതൃത്വം ശശി തരൂരിനായിരിക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. ഒരു കാര്യം ചെയ്യാം, ശശി തരൂരെ മാറ്റിയിട്ട് അഖിൽമാരാർ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ബാലൂചിസ്ഥാൻ കഴിഞ്ഞ ദിവസം അവർ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാനോട് അവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. പാകിസ്ഥാൻ പട്ടാളക്കാർ അവരെ വിന്യസിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പാകിസ്ഥാൻ പട്ടാളത്തോട് മാന്യമായിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്, ഞങ്ങൾ അടിച്ചോടിക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ മാന്യമായിട്ട് ഇറങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പിന്തുണ ബാലൂചിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പിന്തുണ വൈകരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവസരത്തിൽ പ്രധാനമന്ത്രി ചെയ്യേണ്ടത്
ദേശീയ ഉപദേഷ്ടാവായ അജിത് ഡോവൽ എന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ ഉന്നതതല യോഗമൊന്നും വിളിക്കരുത്. പകരം അഖിൽ മാരാറിന് ഒരു ഫേസ്ബുക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജോ അയക്കുക, എന്താ ചെയ്യേണ്ട അഖിൽ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അഖിൽ പറഞ്ഞൊരു എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോ സിന്ധുദേശം എന്ന് പറഞ്ഞൊരു പുതിയൊരു വിമത പ്രദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ സിന്ധുദേശവും പാകിസ്ഥാനെതിരെ വരുന്നൊരു കാര്യമാണ്. അവിടെ ഇന്ത്യ എന്ത് നിലപാടെടുക്കണമെന്ന് അഖില് പ്രധാനമന്ത്രി ഒരു SMS അയച്ച കാര്യം പറയാം. അതാ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്ന് പറയാം. അഖിലിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന 4 ചുവരാണ് ഈ രാജ്യം എന്നാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സ് എന്നാണ് വിചാരം. അതാണെന്നുണ്ടെങ്കിൽ അഖിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇടപെടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വ്യക്തി. ഇതിനിടയിൽ പാശ്ചാത്യ ക്രിമികളിൽ ഒരു സാധനം കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ കാരണം, ഈ പാശ്ചാത്യ ക്രിമിയാണ് ഇയാളെന്ന് വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ക്രൈമെന്നോ ഫയറെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാരിക വരുമായിരുന്നു. അതിൻ്റെ പത്രാധിപരുടെ പേര് നന്ദകുമാർ എന്നായിരുന്നു. അയാൾക്കിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എനിക്കൊക്കെ നാണക്കേട് തോന്നുന്നു അയാളെ യൂട്യൂബ് ചാനലിൽ പരാമർശിക്കേണ്ടി വരുമെന്നുള്ളത്. ഞാൻ ഇതുവരെയും തൊട്ടു നോക്കാത്തൊരു ചാനലാണ്. ഈ ഒരു വിഷയമായതുകൊണ്ട് മാത്രം അയാളെ ചാനൽ നോക്കിപ്പോയതാണ്. ആ ചാനലിൽ അഖിലിനെ അങ്ങോട്ട് വെളുപ്പിക്കേണ്ടതുണ്ട്. അഖിൽ ഓൾറെഡി അഖിലിനെ വെളുപ്പിക്കാനെടുത്തൊരു വീഡിയോ ഇയാളെടുത്തിട്ട് കൂടുതൽ വൈറ്റ് വാഷ് അടിക്കും. ഒരു സെക്കൻഡ് കോട്ടൊക്കെ അടിക്കുമല്ലോ നമ്മൾ, അതേപോലെ ഒരു സെക്കൻഡ് കോട്ട് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യം, വടി കൊടുത്ത് അടിമേടിച്ച് BJP അഖിൽ മാരാരെ ജയിലടക്കാൻ പോയവർ സ്വയം കൊടുക്കും, തെളിവുകൾ പുറത്ത്. ഒരു മണ്ണാങ്കത്തെ ഇല്ലാട്ടോ. ഇയാളുടെ ക്രൈം പത്രം പോലെ തന്നെയാണ് ഈ ചാനലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മണ്ണാങ്കട്ടയും തെളിവില്ല. അഖിലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ അതെടുത്തിട്ട് അഖിലിനെ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുന്നതൊക്കെ ഓൻ പറയുന്നത് തെളിവുകൾ പുറത്തുനിന്ന്. ഇതായിരുന്നു ഇയാളുടെ പണ്ടത്തുള്ള രീതി. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാലത്തുള്ള ആളുകൾ ഇയാളെ പാശ്ചാത്യ ക്രിമി എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ ഇയാൾ ഇതിനകത്ത് ഒരു ഇടപെട്ടിട്ടുണ്ടോ? ഇയാൾക്കുള്ള മറുപടി ഞാനായിട്ട് എന്തായാലും പറയുന്നില്ല. ആ വീഡിയോയിൽ ഒരു കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ കമന്റ് മാത്രം ഞാൻ വായിക്കാം. അയ്യോ, തന്റെ കണ്ടുപിടുത്തമാണ് ഇന്ത്യയുടെ നിലനിൽപ്പ്. നാണമില്ലല്ലോ തനിക്ക്. കാലം കുറെ ആയാലേ കുത്തിത്തിരിപ്പും കുടുംബങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഇതാണ് ആ കമന്റ്. ശരിയാണോ? എത്രയോ കാലങ്ങളായി കുത്തിത്തിരിപ്പുകൾ തുടങ്ങിയിട്ട് ഇതുവരെയും അവിടെ തന്നെ ഇന്ന് രണ്ട് സിനിമകളിൽ ഇയാളെ കുത്തിക്കൊണ്ട ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇയാൾ പിന്തുണച്ചാലും ഈ വിഷയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. നല്ല പണച്ചെലവ് വരും. കാരണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചില അഭിഭാഷകരായിട്ടുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ച് ഈ വിഷയം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകുക. അപ്പൊ അവർ പറഞ്ഞത് ഇത് എന്തായാലും ഇവിടെയുള്ള കോർട്ടുകൾ നിൽക്കില്ല. അതുകൊണ്ടായിരിക്കും അഖിൽ ഒളിവിൽ പോയിരിക്കുന്നത്. അഖിലും ചിലപ്പോൾ നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാകും, നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടാൻ. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നല്ല പണച്ചെലവുള്ള കാര്യമാണ്. അപ്പോൾ പറയാനുള്ള കാര്യം, താനാണ് ലോകം, താൻ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കാൻ പോകുന്നൊരു വീഴ്ചയാണ്. കാരണവർ പറഞ്ഞതുപോലെ കുന്നിയോളം അഹങ്കാരം, കുന്നോളം പാപം. ഇച്ചിരി അഹങ്കാരം മതി മേളിൽ നിന്ന് തലയും കുത്തി താഴേക്ക് പോകാനായിട്ട്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.